ഈ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രണയവും ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പരസ്യമായ അഭിനിവേശവും എല്ലാം മറയും നീക്കി പുറത്തു വന്നത്. സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടം മുതൽ എന്നും ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് ഭാരതത്തിലെ ന്യൂനപക്ഷ ഇസ്ലാമിക വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനാണെന്ന കാര്യം സത്യസന്ധവും സുതാര്യവുമായി വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും. പക്ഷെ ഇവിടെ കോൺഗ്രസ് മനസ്സിലാക്കാത്ത ഒരു കാര്യം ഭാരതത്തിലെ മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷവും പാകിസ്ഥാന് എതിരാണെന്നതാണ്. പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനവും ഇന്ത്യക്കെതിരായ ഒളിപ്പോരും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ നടത്തുന്ന പരാമർശങ്ങളും ഒക്കെ തന്നെ മതത്തിനതീതമായി ഭാരതത്തിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളെയും വേദനിപ്പിക്കുന്നതാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട് ഭാരതത്തിലെ മുസ്ലിങ്ങളും പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നെങ്കിൽ അത് ശുദ്ധ ഭോഷ്കാണ്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ വിജയ് വഡേറ്റിവാറാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കഴിഞ്ഞ ദിവസം പാക് അനുകൂല പരാമർശം നടത്തിയത്. രാജ് ഹോട്ടലിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനാ തലവൻ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടിരുന്നു. പിടിയിലായ ഭീകരൻ അജ്മൽ കസബിന്റെ വെടിയേറ്റാണ് കർക്കറെ മരിച്ചത്. ഇപ്പോൾ പാകിസ്ഥാന്റെ വാദം ഉദ്ധരിച്ച് വിജയ് പറയുന്നത് മഹാരാഷ്ട്ര പോലീസിലെ RSS അനുഭാവിയായ ഒരു പോലീസുകാരന്റെ വെടിയേറ്റാണ് കർക്കറെ മരിച്ചതെന്നും അജ്മൽ കസബിന്റെ ആക്രമണത്തിൽ അല്ലെന്നുമാണ്. പാകിസ്ഥാന്റെ വാദം അതേപടി ഉദ്ധരിച്ച് ഭാരതത്തിനെതിരെ പ്രസ്താവന നടത്താൻ യാതൊരു ഉളുപ്പുമില്ലാത്ത നേതാക്കളുടെ താവളമായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രസക്തമായ ചർച്ചാ വിഷയം. അദ്ദേഹം മാത്രമല്ല, കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ളയും പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയും പാക് അനുകൂല നിലപാടുമായി പലതവണ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാം ചിന്ത പാക് അനുകൂല നിലപാടെടുത്താൽ ഭാരതത്തിലെ മുസ്ലിം ന്യൂനപക്ഷം തങ്ങൾക്കൊപ്പം നിലകൊള്ളും എന്നാണ്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ മണിശങ്കർ അയ്യരുടെ പ്രസ്താവന. ഭീരുവായ മണിശങ്കർ അയ്യരുടെ പ്രസ്താവന കോൺഗ്രസിലെ പാക് അനുകൂല നിലപാടിനേക്കാൾ കൂടുതലായി തുറന്നു കാട്ടുന്നത് കോൺഗ്രസിന്റെയും അദ്ദേഹത്തിന്റെയും ഭാരത വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമാണ്. മണ്ടത്തരങ്ങളുടെ രാജാവായ ജവഹർലാൽ നെഹ്റുവിന്റെ ഉദാസീനത കൊണ്ടും രാഷ്ട്രബോധമില്ലാത്ത അകർമ്മണ്യത കൊണ്ടുമാണ് ഭാരതത്തിന്റെ സുവർണ കിരീടമായ കാശ്മീരിന്റെ ഒരു ഭാഗം പാക് അധീന കാശ്മീരായി മാറിയത്. അന്ന് ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഭാരതത്തിനെതിരെ ആരും യുദ്ധം ചെയ്യാൻ വരില്ലെന്നും ഭാരതത്തെ പോലുള്ള ഒരു രാജ്യത്തിൽ സൈന്യം ആവശ്യമില്ലെന്നുമായിരുന്നു നെഹ്റുവിന്റെ നിലപാട്. മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച സർദാർ പട്ടേൽ അടക്കമുള്ള തന്ത്രജ്ഞരായ നേതാക്കളാണ് നെഹ്റുവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. 97 ബ്ലണ്ടേഴ്സ് ഓഫ് നെഹ്റു എന്ന പുസ്തകത്തിലും മേജർ ജനറൽ ബക്ഷിയുടെ ബോസ് ഓർ ഗാന്ധി ഹു വൺ ഫ്രീഡം ഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിലും ഇതിന്റെ രേഖകൾ തുറന്നു കാട്ടിയിട്ടുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ച് ദീർഘവീക്ഷണമോ അതിന്റെ ഭാവി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോ ഇല്ലാത്ത അന്താരാഷ്ട്ര രംഗത്തും നയതന്ത്ര രംഗത്തും താരമാകാനും താൻ പോരുമ കാട്ടാനും വ്യക്തിപ്രഭാവം സൃഷ്ടിക്കാനുമുള്ള പ്രതിച്ഛായ ഭിക്ഷു മാത്രമായിരുന്നു ജവഹർലാൽ നെഹ്റു. സൈനിക രംഗത്തെയും അതിർത്തിയിലെയും പിടിപ്പുകേടാണ് പാക് അധിനിവേശ കാശ്മീർ സൃഷ്ടിക്കാൻ കാരണം. രാജാ ഹരിസിംഗുമായി ഉടമ്പടി ഒപ്പിടാൻ വൈകിച്ചതു മുതൽ തുടങ്ങുന്നു നെഹ്റുവിന്റെ പിടിപ്പുകേടുകൾ. സർദാർ പട്ടേലും VP മേനോനും ഉചിതമായ സമയത്ത് നടപടിയെടുത്ത് പിന്നീട് ഫീൽഡ് മാർഷലായ സാം മനേഷ്കയ്ക്കൊപ്പം നടത്തിയ നീക്കങ്ങളാണ് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ ഇടയാക്കിയത്. ഇന്ന് പാക് അധിനിവേശ കാശ്മീരിൽ കടുത്ത പ്രക്ഷോഭം ഉയരുകയാണ്. അവർക്ക് ഭാരതത്തോടൊപ്പം ചേരണം, ഭാരതത്തിൽ ലയിക്കണം. പ്രക്ഷോഭകാരികളെ ജയിലിൽ അടച്ചും സൈനിക നടപടികൾ സ്വീകരിച്ചും പാക് അധിനിവേശ കാശ്മീരിലെ ജനാധിപത്യ പോരാട്ടത്തെ പാകിസ്ഥാൻ ഭരണകൂടവും ജിഹാദികളും ചേർന്ന് മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഒന്നും പറയാനില്ല. പക്ഷെ അതേക്കുറിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൈനിക നടപടി ഇല്ലാതെ തന്നെ പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തിൽ ലയിക്കുമെന്ന്. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് മണിശങ്കർ അയ്യരുടെ പാക് അനുകൂല പ്രസംഗം പുറത്തുവരുന്നത്. പാകിസ്ഥാനുമായി ഭാരതം സമാധാന ചർച്ച നടത്തണമെന്നും അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നുമാണ് മണിശങ്കർ അയ്യർ ഭാരതത്തിന് നൽകുന്ന മുന്നറിയിപ്പ്. പാകിസ്ഥാന്റെ കയ്യിൽ അണുബോംബുകൾ ഉണ്ടെന്നും മോദി സർക്കാർ പ്രകോപിപ്പിച്ചാൽ അവർ അത് ഭാരതത്തിന് നേരെ പ്രയോഗിക്കുമെന്ന് മണിശങ്കർ പറയുന്നു. മാത്രമല്ല, ഭാരതം സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് ഈ മേഖലയിൽ പിരിമുറുക്കം കൂട്ടുമെന്നും അതുകൊണ്ട് ഭാരതം സൈനിക ശക്തി വർദ്ധിപ്പിക്കരുത് എന്നുമാണ് മണിശങ്കർ അയ്യരുടെ നിലപാട്. അതോടൊപ്പം പാകിസ്ഥാനെ ഭാരതം ബഹുമാനിക്കണമെന്നും അയ്യർ പറയുന്നു. ഭാരതം പാകിസ്ഥാനെ ബഹുമാനിച്ചില്ലെങ്കിൽ അവർ ആണവായുധം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. ഒരു ഭ്രാന്തൻ ലാഹോറിൽ ബോംബിട്ടാൽ അതിന്റെ അണുവികരണം പഞ്ചാബിലെ അമൃത്സറിലെത്താൻ 8 സെക്കൻഡ് പോലും എടുക്കില്ലെന്ന് അയ്യർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ ലേഖനങ്ങളും പ്രഭാഷണങ്ങളിലും മുഴങ്ങുന്ന പാക് പ്രണയം ന്യൂനപക്ഷ പ്രീണനത്തെക്കാൾ ഹിന്ദു വിരുദ്ധതയാണ് പ്രകടമാകുന്നത്. മണിശങ്കർ അയ്യരും AK ആന്റണിയും മൻമോഹൻ സിംഗും ഒക്കെ പാകിസ്ഥാനെയും ചൈനയെയും ഭയന്ന് രാജ്യഭരണം നടത്തിയിരുന്ന, അമേരിക്കയ്ക്ക് മുമ്പിൽ മുട്ടടിച്ചിരുന്ന പഴയ പരാധീന ഭാരതമല്ല ഇന്നത്തെ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭാരതം. പാകിസ്ഥാന്റെ മൊത്തം ആണവ പോർമുനകളുടെ എണ്ണം 300-ൽ താഴെയാണ് എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത്. ഇതുവരെ ഭാരതത്തിന് എത്ര ആണവ പോർമുനകൾ ഉണ്ടെന്ന കാര്യം ഭാരത സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്ന കണക്കനുസരിച്ച് 750-നും
900-നും ഇടയ്ക്ക് ആണവ പോർമുനകൾ ഭാരതത്തിനുണ്ട്. മാത്രമല്ല ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള സംവിധാനവും ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വെടിക്കെട്ടുകാരന്റെ പുരയിൽ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാനുള്ള മണിശങ്കർ അയ്യരുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ശ്രമം കയ്യിൽ വെച്ചാൽ മതി. നെഹ്റുവിന്റെ കാലത്ത് ചൈനയ്ക്ക് മുന്നിൽ കീഴടങ്ങി തിരിഞ്ഞോടി സ്ഥലം വിട്ടുകൊടുത്ത പഴയ ഭാരത സൈന്യം അല്ല ഇപ്പോഴത്തെ എന്ന് ഗാൽവാനിൽ കഴുത്തൊഴിഞ്ഞു മരിച്ച നിരവധി ചൈനയിലെ സൈനിക അധികൃതർക്കും ഭരണത്തലവന്മാർക്കും മനസ്സിലായിട്ടുണ്ട്. ഇങ്ങോട്ട് തരുന്നതെല്ലാം പലിശയടക്കം തിരിച്ചു കൊടുക്കും എന്ന കർശനമായ നിലപാടാണ് BJPക്കും കേന്ദ്ര സർക്കാരിനുമുള്ളത്. അത് പാകിസ്ഥാനെ പലതവണ ഭാരതം ബോധ്യപ്പെടുത്തിയതുമാണ്. പുൽവാമയിലെ സൈനിക വാഹനത്തിലേക്ക് സ്ഫോടക വസ്തു കയറ്റിയ വാഹനം ഇടിച്ചു കയറ്റി സൈനികരെ കൊന്നെങ്കിൽ അതിനു പകരം ബലാക്കോട്ടിലെ മാത്രമല്ല പാകിസ്ഥാന്റെ അതിർത്തിക്കുള്ളിൽ കടന്ന് ഭീകര താവളങ്ങൾ തകർന്ന് 100 കണക്കിന് ആൾക്കാരെ കൊന്നുവീഴ്ത്തി തിരിച്ചടിക്കാനുള്ള ആണത്തം നരേന്ദ്രമോദിക്കും BJPക്കും ഉണ്ട്. പഴയ പ്രതിരോധ മന്ത്രിയായ AK ആന്റണി അതിർത്തിയിലെ വികസനത്തിന്റെ പോരായ്മയെക്കുറിച്ച് പാർലമെന്റിൽ ചോദ്യം വന്നപ്പോൾ അവിടെ റോഡും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചാൽ ചൈനയ്ക്കും പാകിസ്ഥാനും പ്രകോപനമാകുമെന്നായിരുന്നു മറുപടി പറഞ്ഞത്. ആ മറുപടി സമൂഹ മാധ്യമങ്ങളിൽ ഇന്നും ചർച്ചാ വിഷയമാണ്. റോഡിൽ വിമാനം ലാൻഡ് ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇന്ന് അതിർത്തിയിൽ നടക്കുന്നത്. ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും പടനീക്കം നടത്താൻ ഉതകുന്ന രീതിയിൽ സൈനിക വിന്യാസം ഉറപ്പാക്കുന്ന രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളും റോഡും എയർ സ്ട്രിപ്പുകളും പാലങ്ങളും തുരങ്കങ്ങളും വിശാല ദേശീയ പാതകളും അതിർത്തിയിലുടനീളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇത് പുതിയ ഭാരതമാണ്. എല്ലാവരോടും സമാധാനത്തോടെയുള്ള സഹവർത്തിത്വം തന്നെയാണ് നമ്മുടെ നിലപാട്. പക്ഷെ ചൊറിയാൻ വന്നാൽ വിട്ടുകൊടുക്കില്ല. എല്ലാ കാലവും അടിമത്ത മനോഭാവം മനസ്സിൽ കയറി വിദേശികളുടെ കാൽ കീഴിൽ ഞെരിഞ്ഞമർന്നിരുന്ന കോൺഗ്രസിന് ഇത് മനസ്സിലാവില്ല. ഛത്രപതി ശിവാജിയും പൃഥ്വിരാജ് ചൗഹാനും റാണ പ്രതാപും റാണി ചെന്നമ്മയും റാണി വേലുനാച്ചിയാരും ഝാൻസി റാണിയും ഭാരതത്തിന്റെ വീരേതിഹാസങ്ങൾ പൈതൃകങ്ങളാണ്. പാഠപുസ്തകത്തിൽ പോലും അവരെക്കുറിച്ച് ഒരു വാക്ക് പറയാത്ത കോൺഗ്രസ് ധീര സൈനികരുടെ സ്മൃതി പദത്തിലൂടെ ഉരുത്തിരിയുന്ന പരമവൈഭവത്തിന്റെ സ്വാശ്രയത്വത്തിന്റെ ചിരന്തനമായ ദേശീയ ബോധത്തെ കാണുന്നില്ല. ലാഹോറിൽ മാത്രമല്ല പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും കറാച്ചിയിലും ഒക്കെ ആണവ ബോംബിട്ടാൽ അത്രയധികം ദൂരമില്ലാത്തതുകൊണ്ട് ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആണവായുധം ഇല്ലാതെ തന്നെ പാകിസ്ഥാന്റെ കഥ കഴിയുന്ന സാഹചര്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉരുത്തിരിയുന്നത് എന്ന കാര്യം പഴയ വിദേശകാര്യ ഉദ്യോഗസ്ഥനായ മണിശങ്കർ അയ്യർ അറിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ചിത്തഭ്രമം ബാധിച്ചോ എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കണം. ഭാരതം സുശക്തമായ സൈനിക ആയുധ ശക്തിയായി മാറാനുള്ള പ്രക്രിയയാണ് മേക്ക് ഇൻ ഇന്ത്യയിൽ നിന്ന് നടക്കുന്നത്. ഇന്ന് ബ്രഹ്മോസ് മിസൈലുകൾ പല വിദേശ രാജ്യത്തേക്കും ഇറക്കുമതി ചെയ്യുന്നു. ഭാരതത്തിന്റെ ലൈറ്റ് കോമ്പാക്ട് യുദ്ധവിമാനം തേജസ് ലോക ശ്രദ്ധയാകർഷിക്കുന്നു. 5000 കിലോമീറ്റർ അപ്പുറം വരെ പരിധിയുള്ള ഭൂതല മിസൈൽ മുതൽ ഭാരതം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ പാകിസ്ഥാനെ മാത്രമല്ല ചൈനയും ഒരു പരിധിവരെ ലോക മേധാവിത്വം ചമഞ്ഞിരുന്ന അമേരിക്കയും പ്രകോപിപ്പിക്കുന്നതാണ്, അപകടപ്പെടുത്തുന്നതാണ്. ഈ സഹസ്രാബ്ദം ഭാരതത്തിന്റെ പുനർജനിയുടേതാണെന്ന് പറഞ്ഞ ആർണോൾഡ് ടോയിൻബി, HG വെൽസ്, ബിൽ ഡ്യൂറന്റ് തുടങ്ങിയവരെ വായിക്കുക. പ്രശ്നം അമേരിക്കയ്ക്കുമുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയുടെ അധീശ സ്ഥാനം നേടിയിരുന്ന ഡോളറിനെ മടക്കി പോക്കറ്റിൽ വെച്ചുകൊടുത്ത് ഭാരതത്തിന്റെ സ്വന്തം കറൻസിയായ ഉറുപ്പിയയിൽ നിരവധി വിദേശ രാഷ്ട്രങ്ങളുമായി വിനിമയം ആരംഭിച്ചത് അമേരിക്കയ്ക്ക് ഒട്ടും ബോധിച്ചിട്ടില്ല. ഭീകരവാദികളെ സ്വന്തം കോട്ടയിൽ പോയി തീർക്കുന്ന പുതിയ ഭാരതത്തിന്റെ അജ്ഞാതർ അമേരിക്കയും ഞെട്ടിച്ചതാണ്. ഭാരതത്തിൽ ഭീകരവാദം നടപ്പാക്കാൻ എത്തി നിരപരാധികളായ സൈനികരെയും പൗരന്മാരെയും വധിച്ചവരെ പാകിസ്ഥാനിലെ അവന്റെ മടയിൽ കയറി അജ്ഞാതർ തീർക്കുമ്പോൾ അതിന് കഴിയുന്ന 3ാമത്തെ രാജ്യമായി ഭാരതം മാറി എന്ന കാര്യം കൂടി കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണം. ഒസാമ ബിൻ ലാദനെ അഡോട്ടാബാദിൽ എത്തി വധിക്കാൻ CIA കഴിഞ്ഞെങ്കിൽ, ഇസ്രായേലിന് ഭീഷണിയായവരെ ദുബായിലും ഇംഗ്ലണ്ടിലും എത്തി വധിക്കാൻ മൊസാദിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് ഭാരതത്തിനെതിരായ ഭീകരവാദികളെ 72 ഹൂറികൾക്കൊപ്പം അയക്കാൻ ഭാരതത്തിന് കഴിയുന്നുണ്ട്. ശത്രുക്കളെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടി പിന്നിൽ വെട്ടുകൊണ്ടുവന്ന് കോൺഗ്രസിന്റെ പാരമ്പര്യമല്ല, മുന്നിൽ വെട്ടുകൊണ്ട് മരിച്ചു വീണാലും പിറന്ന നാടിനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ടു പോകുന്ന ഭാരതീയ പാരമ്പര്യമാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മണിശങ്കർ അയ്യർക്കും കോൺഗ്രസ് നേതാക്കൾക്കും യാതൊരു ആശങ്കയും വേണ്ട. നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചുവരും. ഭാരതത്തെ ലോകത്തിലെ അജയ്യ ശക്തിയായി പരമവൈഭവത്തിലേക്ക് നയിക്കും. പാകിസ്ഥാൻ പ്രണയം അവസാനിപ്പിച്ച് ഈ രാഷ്ട്രത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇനിയെങ്കിലും ശ്രമിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിലെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടാൻ മോഹിക്കാം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.